ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കാണാൻ ഓരോ മലയാളിയും കാത്തിരിക്കുന്നത് മമ്മൂട്ടി സിനിമകളുടെ റിലീസിന് വേണ്ടി തന്നെയാണ്. അവർക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സ്ഥിരമായി ലഭിക്കുന്നത് ആ ഒരു കാര്യം മമ്മൂട്ടിയിൽ നിന്ന് മാത്രമാണ്. ഇവിടെ വീണ്ടും ഒരു മമ്മൂട്ടി ചിത്രം കളങ്കാവലിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മമ്മൂക്ക 4 മാസമായിട്ട് സിനിമയിൽ സജീവമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കളങ്കാവൽ എന്ന ചിത്രം വളരെ ഇമ്പോർട്ടൻസ് കൂടിയാണ്. കാരണം മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ഈ ഒരു സിനിമയിൽ ഉറ്റുനോക്കുന്നതും. അങ്ങനെയുള്ള ഒരു സിനിമ എന്നാണ് അത് വരാൻ പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് വരും, അല്ലെങ്കിൽ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും സിനിമയുടെ അപ്ഡേറ്റുകളൊന്നും തന്നെ പുറത്തു വന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, പല തിയേറ്ററുകളും സിനിമയുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ റിലീസിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും അപ്ഡേറ്റുകൾ പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കണക്കിൽപ്പെടാത്ത 50ഓളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി കൊല ചെയ്ത സൈനൈഡ് മോഹൻ എന്ന ആ ഒരാളെ നമുക്കറിയാം. നിയമം പഠിച്ച് സ്വന്തം കേസ് വാദിച്ച് തനിക്കെതിരെ നിന്നവരെ വെള്ളം കുടിപ്പിച്ച ആൾ, മനസ്താപം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തി. ആ ഒരു വല്ലാത്ത കഥയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് കേട്ടറിവ്. അങ്ങനെയാണെങ്കിൽ സൈലൻറ്റ് മോഹനായി മമ്മൂട്ടി നിറഞ്ഞാടുമ്പോൾ അത് മറ്റൊരു തലത്തിൽ അഭിനയത്തിൻ്റെ മൂർച്ച കൂടിയ ഒരു എപ്പിസോഡ് കൂടി നമുക്ക് കാണാമെന്നുള്ളതാണ്. ഭ്രമയുഗം എവിടെ നിർത്തിയോ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന മറ്റൊരു ഗംഭീര പെർഫോമൻസ്, അതുതന്നെയാണ് ഓരോ മലയാളിയും ഉറ്റുനോക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാർണിവൽ സിനിമാസിലൊക്കെ ഈ ഒരു സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ജൂലൈ ഓഗസ്റ്റ് റിലീസിൽ ഈ ഒരു സിനിമ വരും എന്നുള്ളത്. മമ്മൂക്ക എത്രയും പെട്ടെന്ന് സിനിമയിലേക്ക് ജോയിൻ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.